ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 17 ശ്ലോകം 3. രണ്ടാനമ്മയായ സുരുചിയുടെ ശകാരവാക്കുകൾ കേട്ടിട്ട് സങ്കടപ്പെട്ട ധ്രുവകുമാരൻ തൻ്റെ അമ്മയായ സുനീതിയെ സമീപിക്കുകയാണ്. മൂന്നാമത്തെ ശ്ലോകം. ത്വന്മോഹിതേ പിതരി പശ്യതി ധാരവശ്യേ ദൂരം ദുരുക്തി നിഹത സഗതോ നിജാംബാം സാഭിസ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. ത്വന്മോഹിതേ പിതരി പശ്യതി ധാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സ ഗതോ നിജാംബാം സാപി സ്വകർമ്മ ഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. ദൂരം ദുരുക്തി നിഹതഃ സഹ. കലശലായ ശകാരവാക്കുകളാൽ നന്നേ സങ്കടപ്പെട്ട ധ്രുവകുമാരൻ. സഹ പറയുമ്പോൾ അവൻ ധ്രുവകുമാരൻ. ത്വന്മോഹിതേ ദാരവശ്യേ പിതരി പശ്യതി. ഭഗവാനെ, അങ്ങയാൽ മോഹിപ്പിക്കപ്പെട്ടവനായിട്ട് ഭാര്യയ്ക്ക് അടിമപ്പെട്ടു നിൽക്കുന്ന അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കെ നിജാംബാം ഗതഃ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. സാ അബി അവളും, അതായത് ആ സുനീതിയും, പുംസാം മനുഷ്യർക്ക് സ്വകർമ്മഗതി സന്തരണായ അവരവരുടെ കർമ്മഗതിയിൽ നിന്നും കരേറുവാനായിട്ട് ശരണം ത്വത്പാദം ഏവ ശിശവേ ശശംസ രക്ഷാസ്ഥാനമായി ഭവിക്കുന്നത് നിദ്രോടിയുടെ പാതാരവിന്ദം മാത്രമാണ് എന്ന് കുട്ടിയോട് പറഞ്ഞു. ഇവിടെ പിതരി പശ്യതി, അച്ഛൻ്റെ ഔദാസീന്യം, അതായത് ആ നിസ്സഹായതയാണ് കുട്ടിയെ കൂടുതൽ വേദനിപ്പിച്ചത്. ഔദാസീന്യത്തിനുള്ള കാരണമാണെങ്കിലോ ധാരവശ്യത്വവും അതിന് ഹേതു ഭഗവാന്റെ മോഹിത്വവും എന്നാണ് ഇവിടെ പറയണത്. കലശലായ ശകാരവാക്കുകളാൽ നന്നേ സങ്കടപ്പെട്ട ധ്രുവകുമാരൻ ഭഗവാനെ, അങ്ങയാൽ മോഹിപ്പിക്കപ്പെട്ടവനായിട്ട് ഭാര്യയ്ക്ക് അടിമപ്പെട്ടു നിൽക്കുന്ന അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കെ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. അവളും, അതായത് ആ സുനീതിയും, മനുഷ്യർക്ക് അവരവരുടെ കർമ്മഗതിയിൽ നിന്ന് കരേറുവാനായിട്ട് രക്ഷാസ്ഥാനമായി ഭവിക്കുന്നത് നിദ്രോടിയുടെ പാതാരവിന്ദം മാത്രമാണ് എന്ന് കുട്ടിയോട് പറഞ്ഞു. ത്വന്മോഹിതേ പിതരി പശ്യതി ധാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഗതോ നിജാംബാം സാഭിസ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. ത്വന്മോഹിതേ പിതരി പശ്യതി ധാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഗതോ നിജാംബാം സാഭിസ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. ത്വന്മോഹിതേ പിതരി പശ്യതി ധാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഗതോ നിജാംബാം സാഭിസ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.